ശ്രീനാരായണ ഗുരു ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള 33 സ്തോത്രകൃതികളിൽ 15 ശിവസ്തോത്രങ്ങളും 1 വിനായക സ്തോത്രവും 3 വിഷ്ണു സ്തോത്രങ്ങളും 6 ദേവീ സ്തോത്രങ്ങളും 8 സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും അടങ്ങുന്നു. അതിൽ ശിവസ്തോത്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്തോത്രങ്ങൾ മഹാഗുരുവിൽ നിന്ന് ഉതിർന്നു കിട്ടിയിട്ടുള്ളത് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ഉപാസകനായിരുന്നു എന്ന് നമുക്കറിയാം. സുബ്രഹ്മണ്യനോട് ഭഗവാന് ഒരു വല്ലാത്ത ഇഷ്ടം, വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു എന്നും സുബ്രഹ്മണ്യൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ഒരു ആത്മസുഹൃത്തായിരുന്നു എന്നും സുബ്രഹ്മണ്യ കീർത്തനം, ഷൺമുഖ ദശകം പോലെയുള്ള കൃതികള് പഠിക്കുമ്പോൾ, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ സുബ്രഹ്മണ്യ കീർത്തനങ്ങളിലെ 2 അഷ്ടകങ്ങൾ, 8 ശ്ലോകങ്ങൾ അടങ്ങുന്ന 2 സംസ്കൃത സ്തോത്രങ്ങൾ, അത് രണ്ടും, ബാക്കിയുള്ളതെല്ലാം മലയാളത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 സംസ്കൃത സ്തോത്രങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ളത് അഷ്ടക രൂപത്തിലാണ്. ഒന്നാമത്തേത് ഗുഹാഷ്ടകം. ശാന്തം ശംഭുതനൂജം സത്യമനാധാരം ജഗദാധാരം ജ്ഞാതൃജ്ഞാന നിരന്തര ലോക ഗുണാതീതം ഗുരുണാതീതം വല്ലീ വത്സല ഭൃംഗാരണ്യകതാരുണ്യം വരകാരുണ്യം സേനാസാരമുദാരം പ്രണമര ദേവേശം ഗുഹമാവേശം. ഇത് ഗുഹാഷ്ടകം. പിന്നെയുള്ള അഷ്ടകം ഏതാണ്? ബാഹുലേയാഷ്ടകം, അല്ലെ? ബാഹുലേയാഷ്ടകം എന്ന കൃതി മന്ത്രമൂലങ്ങളായ ശ്രീനാരായണ ഗുരു കൃതികളില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്തോത്ര കൃതിയാണ് ബാഹുലേയാഷ്ടകം. ബാഹുലേയാഷ്ടകത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ബീജാക്ഷരങ്ങൾ കൊണ്ടാണ്, അല്ലെ? 1 2 ബീജാക്ഷരങ്ങളല്ല. എത്ര എണ്ണുണ്ട്? 8 ശ്ലോകങ്ങളുണ്ട്, അല്ലെ? 8 ശ്ലോകങ്ങളിലായിട്ട് ഓരോ ശ്ലോകത്തിലും 4 ബീജാക്ഷരങ്ങൾ വെച്ചുണ്ട്. അങ്ങനെ മൊത്തം എത്ര ബീജാക്ഷരങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്? 8 × 4 32 ബീജാക്ഷരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ ഘോരകൃതിയെ, ഈ അദ്ഭുത കൃതി നിത്യേന പാരായണം ചെയ്താല് ഒരുവനെ ബാധിച്ചിരിക്കുന്ന ചിത്തഭ്രമം അകന്നു പോകും. അവന്റെ മനസ്സിനെ മനസ്സിൽ വ്യാപിച്ചിരിക്കുന്ന മനോവ്യാധികൾ അകന്നു പോകും, ഭ്രമങ്ങൾ അകന്നു പോകും, രോഗങ്ങൾ അകന്നു പോകും. അത് ജപമുഖരിതമാകുന്ന അന്തരീക്ഷത്തിൽ ബാധിച്ചിട്ടുള്ള ഭൂതപ്രേത പിശാചുകളൊക്കെയും അകന്നു പോകത്തക്ക രീതിയിൽ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ തീർത്തിരിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ബാഹുലേയാഷ്ടകം എന്ന കൃതി. ബാഹുലേയാഷ്ടകം. ബാഹുലേയൻ ആരാ? മൈത്രേയിയുടെ പുത്രൻ. അപ്പൊ ബാഹുലേയൻ ബാഹുലകളുടെ പുത്രൻ, അല്ലെ? ബാഹുലകൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, കൃത്തികകൾ എന്ന് വിളിക്കും. സപ്തർഷികൾ 7 പേരുണ്ട്, അല്ലെ? അവർക്ക് 7 പേർക്കും 7 ഭാര്യമാരുണ്ടായിരുന്നു. അതില് അരുന്ധതി എന്ന ഒരാൾ ഒഴിച്ച് ബാക്കി 6 പേരും ഒരു ശാപത്തിന്റെ ഫലമായിട്ട് കാട്ടില് വന്ന് ചേരുകയുണ്ടായി. അവിടെ വെച്ചാണ് ശരവണ പൊയ്കയിൽ വന്ന് പിറന്നു വീണ ഭഗവാൻ സുബ്രഹ്മണ്യനെ, ശിവബീജം ശരവണ പൊയ്കയില് വന്ന് പിറന്ന് ശരവണനായി മാറിയ ശരവണനെ അവർ കാണുന്നത്. അങ്ങനെ ആ ശരവണന് പാലൂട്ടാൻ ഈ അമ്മമാർക്ക് 6 പേർക്കും ആഗ്രഹം തോന്നി. അതിന്റെ ഫലമായി ഭഗവാൻ എന്ത് ചെയ്തു? 6 അമ്മമാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തില് ഷഡാനനായി മാറി, അല്ലെങ്കിൽ 6 മുഖങ്ങളുള്ള അറുമുഖനായി മാറിയ കഥ നമുക്കറിയാം, അല്ലെ? അങ്ങനെ കൃത്തികകൾ ആണ് ബാഹുലേയകൾ ബാഹുലകൾ എന്നറിയപ്പെടുന്നത്. ആ ബാഹുലകളുടെ പുത്രനായത് കൊണ്ട് ആണ് ഭഗവാനെ നമ്മള് ബാഹുലേയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബാഹുലേയാഷ്ടകം എന്ന് കേൾക്കുമ്പോൾ ഇതൊരു സുബ്രഹ്മണ്യ സ്തോത്രം എന്ന തരത്തിലാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അനുഭവപ്പെടുന്നതെങ്കിൽ പോലും ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോ ഇതൊരു സർവദേവതാ സ്തുതിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇവയിൽ ഉപയോഗിച്ചിട്ടുള്ള ബീജാക്ഷരങ്ങൾ ബാഹുലേയനെ അഥവാ സുബ്രഹ്മണ്യനെ മാത്രം കുറിക്കുന്ന ബീജാക്ഷരങ്ങളല്ല.
ഇതിനുള്ളില് സ്വാമി തൃപ്പാദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം, അല്ലെ? അപ്പൊ ബീജാക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഈ കൃതി എന്ന് നമുക്കറിയാം. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടുന്നത് ആ ബീജാക്ഷരങ്ങൾ എന്താണ്. ബീജാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇനി പഠിക്കാനുള്ളത്, അല്ലെ? ബീജം എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജത്തിന്റെ മലയാളം വിത്ത്, അല്ലെ? അപ്പൊ ഒരു ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ വിത്തായിട്ടുള്ള അക്ഷരങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ആലിന്റെ വിത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ആലിനൊരു കായുണ്ട്. ആ കാ പൊട്ടിച്ചു നോക്കിയാൽ അതിനുള്ളില് തീരെ സൂക്ഷ്മമായ പൊടി 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 പോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിത്തുകളുണ്ട്, അല്ലെ? ആ വിത്തിൽ നിന്നാണ് ഈ വടവൃക്ഷമായ ആലുണ്ടായിരിക്കുന്നത്. അപ്പൊ ആ കുഞ്ഞു വിത്തിനുള്ളില് ഒരു വടവൃക്ഷം സ്ഥിതി ചെയ്യുന്നത് പോലെ ഒരു ദേവതയുടെ സർവശക്തിയും അടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളെയാണ് ബീജാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ ശക്തി വളരെ കൂടുതലാണ്. അത് പ്രയോഗിക്കേണ്ടുന്നതിന് ഓരോ രീതികളുണ്ട്, അത് പ്രയോഗിക്കേണ്ട സമയമുണ്ട്. ഈ രീതിയും സമയവും ഒക്കെ കൃത്യമായി നമ്മുടെ മഹാഗുരുക്കന്മാർ, ഭാരതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രം നമുക്ക് ചമച്ചു തന്ന മഹാഗുരുക്കന്മാര്, സിദ്ധന്മാരായ മഹാഗുരുക്കന്മാര് കേട്ടറിഞ്ഞ് ഭാരതത്തിന് സംഭാവന ചെയ്തവയാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ശബ്ദമുഖരിതമാണ്. പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഒരു ശബ്ദത്തോടു കൂടിയാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത, കർണഗോചരമല്ലാത്ത, സാധാരണ മനുഷ്യന്റെ കർണങ്ങൾക്ക് ഗോചരമല്ലാത്ത തരത്തിലുള്ള ശബ്ദത്തിൽ കൂടിയാണ്. അതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങള് പിണ്ടനന്ദിയില് ഒരു ബീജം, ഒരു ശരീരം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ട് ഉരുവതായ് നടുവിൽ കിടന്നേ. രേതോ രക്തസംഘാതം, അണ്ഡബീജ സംയോഗം നടന്ന് അതിനുള്ളിലേക്ക് എന്ത് പ്രവേശിക്കുമ്പോഴാണ് അതൊരു ഉരുവായി മാറുന്നതെന്നാണ് പറഞ്ഞത്? നാദം. നാദം എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥം എന്താണ്? ഒരർത്ഥം ഈശ്വര ചൈതന്യം എന്ന അർത്ഥമുണ്ട്, അതുകൂടാതെ ശബ്ദം എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഒരു ഭ്രൂണം സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു ശബ്ദമുണ്ട്. പിന്നീട് ആ ഭ്രൂണത്തിന് പല പല ഭാഗങ്ങൾ, ഇന്ദ്രിയ ഭാഗങ്ങൾ വികാസം പ്രാപിക്കുന്നു. ആദ്യം ഉണ്ടാകുന്ന ഭ്രൂണത്തിന് ആദ്യം ഉണ്ടാകുന്ന ഇന്ദ്രിയ ഭാഗം എന്ന് പറയുന്നത് ഹൃദയമാണ്, അല്ലെ? അപ്പൊ ആ ഹൃദയം നിർമ്മിക്കപ്പെടുന്നതിന് ഉണ്ടായി വരുന്നത് ഒരു ശബ്ദത്തോടു കൂടിയാണ്. കർണഗോചരമല്ല എന്നേ ഉള്ളൂ. അതിനുശേഷം ഉണ്ടായി വരുന്ന ഓരോ ഇന്ദ്രിയങ്ങൾക്കും, ആന്തരികവും ബാഹ്യവുമായ ഓരോ ഇന്ദ്രിയങ്ങളും വികാസം പ്രാപിക്കുന്നത് പ്രത്യേകം പ്രത്യേകം ശബ്ദങ്ങളിലൂടെയാണ്. ഇപ്പൊ ഹൃദയം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായ ശബ്ദം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തെ അതേ ഫ്രീക്വൻസിയില് ഒരുവൻ ജപിച്ചാൽ അവന്റെ ഹൃദയ സംബന്ധിയായ, അവന്റെ ഹൃദയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ട് ഹൃദയം പഴയപടി പുതുതാക്കി മാറ്റാൻ സാധിക്കും. തലച്ചോറ് സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഏത് ശബ്ദത്തോടു കൂടിയാണോ അത് ഉണ്ടായി വന്നിട്ടുള്ളത്, ആ സമയത്തുള്ള ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ആ ഫ്രീക്വൻസിയിൽ ആ ശബ്ദം ഒരുവൻ ജപിച്ചാല് അവന്റെ തലച്ചോറിനെ ബാധിച്ചിട്ടുള്ള അസുഖം ഭേദമാകും. ശ്വാസകോശം നിർമ്മിക്കപ്പെട്ടത് ഏത് ശബ്ദത്തോടു കൂടിയാണോ ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ആ ഫ്രീക്വൻസിയിൽ ആ ശബ്ദം ഉച്ചരിച്ചാല് ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു പാറ പൊട്ടിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുന്നില്ലേ? ഈ പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ വേണ്ട രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ആ ഫ്രീക്വൻസിയിൽ തന്നെ ആ ശബ്ദം ആ പാറയിലേക്ക് പ്രയോഗിച്ചാൽ ആ പാറ, പൊട്ടാത്ത പാറ വീണ്ടും പൊട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ശബ്ദത്തിന് അത്രയും ശക്തിയുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും കരയുന്ന ശബ്ദം വ്യത്യസ്തമല്ലേ? ഓരോ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് ശബ്ദമുണ്ട്. സംഗീതമുഖരിതമാണ് അന്തരീക്ഷം. സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ശബ്ദത്തിൽ കൂടി, സംഗീതാത്മകമായിട്ടുള്ള ശബ്ദത്തിലൂടെയാണ്. അത് ഭൂപാള രാഗത്തിലാണെന്നാണ് ഋഷീശ്വരന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബ്രഹ്മകമലം ശ്രീലകമാകിയ
നാദ ബ്രഹ്മസുധാമയേ. ഇത് ഭൂപാള രാഗമാണ്. സൂര്യൻ ഉദിക്കുന്നത് ഈ ഭൂപാള രാഗത്തിലാണെന്നാണ് പറയപ്പെടുന്നത്.